നല്ല പുളിമരച്ചോട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഒന്ന് തണുപ്പ് വെയിൽ കുറയ്ക്കാനുള്ള സമയത്ത് നമുക്ക് ഈ ഭാഗത്ത് വന്നിരിക്കലാണ് എല്ലാവരും. അതായത് ദൂരക്കാഴ്ച നമുക്ക് നമ്മളെ വീടിൻ്റെ കാണിച്ചു തരാം. നമ്മളെ വീട്ടിൽ ലിയോ നമ്മുടെ പട്ടിക്കുട്ടി ഇവിടെ ഇങ്ങനെ കൂടിൻ്റെ മേലെ കയറിയിരിക്കുന്നുണ്ട്. അവൾ വർക്കിൻ്റെ സമയത്തൊക്കെ നമ്മളൊപ്പം ഇങ്ങനെ വരലുണ്ട് അല്ലേ ലിയോ? ഒരു ഷേക്ക് തന്നെ കയ്യുണ്ട, മറ്റേ കയ്യുണ്ട, മറ്റേ കയ്യുണ്ട, ഇനി ആ കയ്യുണ്ട കൊണ്ട, കയ്യുണ്ട തരില്ലേ? നീച്ചെന്ന് നീച്ചക്ക് കയ്യെന്ന് കയ്യെന്ന് കയ്യുണ്ട, കൈ കൊണ്ട. ആ ഇനി മറ്റേ കയ്യുണ്ട, മറ്റേ കയ്യുണ്ട, 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 കയ്യുണ്ട. ഇത് ലിയോൻ്റെ കൂട് കേട്ടോ. ലിയോൻ്റെ കൂട് നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ഏരിയ, പിന്നെ ഇപ്പുറത്ത് നമ്മുടെ കുട്ടിപ്പട്ടിക്ക് കയറാനുള്ള ഏരിയ, ഇതൊക്കെ കിടന്നുറങ്ങാനുള്ള ഏരിയ അല്ലേ. മഴ വീണ സമയത്തൊന്നും ദേഹത്ത് വെള്ളമാവില്ല, അത്രയും ക്ലീൻ ആയിരിക്കും. ഇതവളെ ബാൽക്കണി. ബാൽക്കണിക്കുള്ള വഴി ഇവിടെ ഇങ്ങനെ പൊന്തിച്ച് കഴിഞ്ഞാൽ ബാൽക്കണിക്കുള്ള വഴിയാണ്. അവൾ തന്നെ പൊന്തിച്ചാൽ മതി. തല മുട്ടിക്കഴിഞ്ഞാൽ പോരാൻ കഴിയും. ഇല്ലേ പോര് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോവാം. ഇത് നമ്മൾ തൂണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊരു 4 തൂണ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4 തൂണ് നമ്മൾ മതിലിനുള്ളതാണ്. മതിലിൻ്റെ വർക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഒരുപാട് വർക്കൊന്നുമില്ല, അതൊരു വേറൊരു കണ്ടൻ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ കട്ടില. കട്ടില നല്ല സിമെൻറ്റിൻ്റെ കട്ടിലയാണ്. സിമെൻറ്റിൻ്റെ അല്ല, ഇരുമ്പിൻ്റെ കട്ടില കേട്ടോ. ജനലുകളൊക്കെ സിമെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മച്ചിൻ്റെ പലക കേട്ടോ. ഇങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ ഹാളാണ് ഈ കാണുന്നത്. ഹാളിൻ്റെ കാഴ്ചകൾ നമ്മൾ ഒരുപാട് നമ്മളെ ചാനലിലുണ്ട്, ഒന്ന് കയറി കാണുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓരോ വർക്കിൻ്റെ കാര്യങ്ങളും നമ്മളെ ചാനലിലുണ്ട്. ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമായിരുന്നു പരിഗണിക്കുക. നമ്മൾ നേരെ ഒരു ബെഡ്റൂമിലേക്ക് കയറി. ഈ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ ഇതാണ്. നമ്മുടെ ബെഡ്റൂം, ഇത് നമ്മുടെ ബാത്റൂമൊക്കെ ടൈലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ്. വർക്കൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലത്തെ കാഴ്ച കണ്ടോ. ഇന്നലത്തെ വർക്കട്ടത് മച്ച് മുകളിൽ നമ്മളെ മച്ചിട്ട് കഴിഞ്ഞു. നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ പ്ലാനിൽ ഞാൻ സത്യത്തിൽ ആദ്യം ഞാൻ പ്ലാൻ ചെയ്തതാണ് ഇത് പ്ലെയിൻ അടിക്കാം, അതായത് ഒറ്റ കളർ, ഏതെങ്കിലും ഒരു കളർ അടിക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു രക്ഷയില്ല. നല്ല ഭംഗിയുള്ള പല മരങ്ങളിലുള്ള സാധനങ്ങളായി. അതായത് വീട്ടിൽ തേക്ക്, പ്ലാവ്, എല്ലാ മരങ്ങളും കൂട്ടിയിട്ടുള്ള ഒരു നല്ല അടിപൊളി. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നെ സംബന്ധിച്ചത് വന്ന് നമ്മൾ കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വേറൊരു ബെഡ്റൂമിലേക്ക് പോവാണ്. ആ ബെഡ്റൂമിൽ നമ്മളെ മച്ചിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതും ഞാൻ പറഞ്ഞില്ലേ പല മരങ്ങളാണ്. ഇതിപ്പോൾ ഇത് പലക ഉണ്ടല്ലേ, ഇതിപ്പോൾ തിരിച്ചടിക്കുന്നു. ഇത് ഞാൻ അങ്ങോട്ട് തിരിച്ചിടാൻ പറയാം. ഇതാണ് മച്ചിൻ്റെ കാഴ്ച കേട്ടോ. എല്ലാ മരങ്ങളും ഇതിലുണ്ട് അല്ലേ. ഇതിൽ നമ്മളെ ബേവിൻഡോൻ്റെ കാഴ്ചകളൊക്കെ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. ഒന്ന് കയറി കാണണേ. ആദ്യമായിട്ട് കാണുന്നവരോടാണ് ഞാൻ പിന്നെ കാണുന്നതാണ്. ആരും ഒരു വിരസത വിചാരിക്കണ്ട. ഇത് നമ്മളെ ബാത്റൂം നല്ല നീളത്തിലുള്ള ബാത്റൂം കേട്ടോ. എനിക്ക് തോന്നുന്നത് നീളത്തിൽ പറഞ്ഞാൽ 5 അടി വീതി, 4, 8, 10 അടീൻ്റെ അടുത്ത്, 10 അടി വീതി, 5 അടി 10 അടി നീളം, 5 അടി വീതിയാണ് വരുന്നത് ബാത്റൂമിൽ.
അതിന് നല്ല വലിയ ബാത്റൂം അല്ലേ. ഇത് ഒരു സൈഡിലേക്ക് മാത്രം ചെരിഞ്ഞിരിക്കണ കാരണം എന്താ പറയുക, ഇത് പുറത്തുനിന്ന് നോക്കുമ്പോൾ 2 ജനലിന്റെ ഇടയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ജനൽ എന്നിട്ട് നീക്കി വെച്ചത്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നു. ഒരു ഓപ്പൺ കിച്ചണിൽ കഴിഞ്ഞ് ഓപ്പൺ കിച്ചൺ നേരെ നമ്മൾ കാണുന്നത് എന്താണ് അടാ, ഇതാണ് നമ്മൾ ഓപ്പൺ കിച്ചണിന്റെ മേലെ നമ്മളൊരു എന്താണ് അടുക്കളയിൽ മച്ചാണ് അല്ലേ, അടുക്കളയത്തെ മച്ചല്ലേ. ഇതൊക്കെ എല്ലാം സെക്കൻഡ് ഹാൻഡ് മരങ്ങളാട്ടോ. സെക്കൻഡ് ഹാൻഡ് പറഞ്ഞാൽ പഴയ വീട് പൊളിച്ചത്. ഏകദേശം ഒരു 100 വർഷത്തിന്റെ പഴക്കമുള്ള മരങ്ങളുണ്ട്, 60 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട്, 40 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട്. അതിന്റെ താഴത്തേക്ക് വർഷം പഴക്കങ്ങൾ എനിക്ക് തോന്നുന്നില്ല, അങ്ങനത്തെ ഇല്ല. കാരണം 1-2 വീടൊക്കെ ഞാൻ പോയി നോക്കി കണ്ടിട്ടാണ്, നമ്മളത് പൊളിക്കുന്നത് കണ്ടിട്ടൊക്കെയാണ്. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടില്ല, ഞാൻ നോക്കാം. അതിന്റെ വീഡിയോ നോക്കാം. കിട്ടുകയാണെങ്കിൽ ഞാൻ ആ പൊളിക്കുന്ന വീഡിയോ കൂടി വെക്കുന്നില്ല. പരമാവധി ഇത് കണ്ടില്ലേ, ഈ ആനയൊക്കെ കണ്ടില്ലേ നിങ്ങള്, ഇതൊക്കെ പക്ക നല്ല പഴയ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് മരം എന്ന് കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല, കാരണം ഞാൻ അതിനെപ്പറ്റി വലിയ ഇതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞാൽ അറിയുന്ന രീതിയൊന്നും നമുക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് ഒന്ന് കയറി പോകാം. ഇതാണ് നമ്മളെ കോണി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി മുകളിലെത്തി. ഇവിടെ പലക വിരിച്ചില്ല കേട്ടോ, പലക വിരിക്കാനുള്ളതാണ്. പലക ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ തൽക്കാലം അപ്പുറത്തേക്ക് മാറ്റിയെടുത്തതാണ്. അങ്ങനെ കയറി ഇപ്പോൾ ലിയോ ഇതാക്കണം കയറി വരുന്നു അല്ലേ, കയറിപ്പോരെ ബാ. അവൾ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് വരില്ല, ഞാൻ എടുക്കും. ഇങ്ങോട്ട് വാ ഇവിടെ വാലിയോ, ഇവിടെ വാ, കയറി വാ. ഞാൻ ഇവിടെ എടുക്കണം, കാരണം ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് പോവില്ല. അല്ലേ, ഇനി ഇതാണ് നമ്മളെ മച്ചിൻ്റെ കാഴ്ച കേട്ടോ. മച്ചിൻ്റെ കാഴ്ച പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് നടപ്പാത ഇട്ടിട്ടില്ല, പലക ഇട്ടിട്ടില്ല. അവർ അത് കൊണ്ടുപോയിട്ടുള്ളൂ. ഇന്നോ നാളെയായിട്ട് മിക്കവാറും പലക അത് വിരിച്ച് കഴിയും. ഇത് നമ്മുടെ മച്ചിൻ്റെ മുകളിൽ കയറിയിട്ട് എന്താണ് പറയുക, ഫസ്റ്റത്തെ ബെഡ്റൂമിൻ്റെ മച്ചിൻ്റെ മുകളിലേക്കുള്ള വഴിയാട്ടത്. ഇതൊന്നും ഇവിടെ തേച്ച് കൊടുക്കാനുണ്ട്. നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ഇടേണ്ടി വരും. അപ്പോൾ നമ്മൾ നേരെ ഫ്ലാഷ് അടിക്കാം അല്ലേ. ഇതാണ് മച്ചിൻ്റെ മുകളിലുള്ള കാഴ്ചട്ടാണ്. നല്ല വ്യൂ ആണെന്ന് വിചാരിക്കുന്നുണ്ട്, എന്താണെന്ന് കറക്റ്റ് അറിയില്ല അല്ലേ. ഇതാണ് ആ മൂല കേട്ടോ, മൊത്തം മച്ചിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതേപോലെ ജനലിന്റെ ഒക്കെ ഓരോ പീസുകളാട്ടോ. ജനല് വാതിൽ കട്ടില അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അതായത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട്. ഇത് 4 അടീന്റെ ഹൈറ്റ് ആണുള്ളത്. നമുക്കിവിടെ നിൽക്കാനുള്ള സ്പേസേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കാനോ കിടക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ചാരി ഇരിക്കുകയാണ്, ഒരു കുഴപ്പമില്ല, നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ കിടക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര വെയിറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ മേലേക്ക് കയറ്റാം, ഒരു കുഴപ്പമില്ല. കാരണം 3-3.5 കിലോന്റെ അടുത്ത് ഒരു പലകയ്ക്ക് വെയിറ്റ് വരുന്നത് കേട്ടോ. ലിയോ ഇന്ന് കാണാനായിട്ട് ഇവിടെ ഇവിടെ തന്നെ ഇവിടെ ഇതുണ്ട്. ഇത് നമ്മളെ വാതിലാട്ടോ, മറ്റേ എന്താ പറയാ തിരുകുറ്റി വാതിലില്ലേ, അതൊക്കെ നമ്മളെ ചാനലിൽ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കയറി കാണാം. ഇനി നമുക്ക് നേരെ മച്ചിൻ്റെ മുകളിലേക്ക് പോകാം അല്ലേ. ഇതാണ് നമ്മുടെ മറ്റേ ഈ ബെഡ്റൂമല്ല, ഈ മച്ചിൻ്റെ മുകളിലേക്കുള്ള വഴിയാണിത് അല്ലേ. ഈ വഴി കൂടെ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കയറുക. ഇവിടെ ഹൈറ്റ് കുറവാട്ടോ, ഈ ഭാഗത്തും ഹാളിലും ഹൈറ്റ് കുറവായിരിക്കും. ഇതിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിവിടെ ബെഡ്റൂമിൽ ബാത്റൂമിൻ്റെ മുകളിൽ ടെറസ് ഉണ്ട്. ആ ടെറസാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണമെങ്കിൽ
ഒരു കിടക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു കിളിവാതിലുണ്ട്. നേരെ ഹാളിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ജനൽ പോലെ ഉണ്ട്, അതിൽ നമുക്ക് പുറത്തേക്ക് നോക്കാൻ പറ്റും. ജാളിയൊക്കെ നല്ല രസമല്ലേ കാണാൻ, ഉണ്ട് എന്നാണ് വിശ്വാസം. ഈ ഗ്രില്ല് കമ്പി ഇട്ടുണ്ടല്ലേ, മറ്റേ എന്താ പറയുക, നമ്മുടെ ബാൽക്കണിയുടെ കമ്പി ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഗ്ലാസ് വരും, അതാണ് ഇത്ര സ്പേസ് വരുന്നത് ഇവിടെ. ഈ നേരെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഏതാ ബെഡ്റൂമിൻ്റെ മേലത്തെ മച്ചാണിത്, ഈ മച്ചിലേക്ക് ഇങ്ങനെ പോവാം. ഇതിൻ്റെ കാഴ്ചകൾ കണ്ടില്ലേ, പല പല മരങ്ങളാണ്. അതായത് ഇവിടെ ഭയങ്കര ഭംഗി വൃത്തിയൊന്നും ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നല്ല. ഇപ്പം ഞാനിവിടെ കുനിഞ്ഞായിട്ട് നടക്കണേ, ഒരു 3.5 അടി 4 അടി അതിൻ്റെ ഹൈറ്റ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ വേറൊരു വൈബുള്ള ഏരിയ ഉണ്ട്. ഞങ്ങളിവിടെ വെറുതെ ഇരിക്കും ഇല്ലേ. ഇത് കണ്ടിട്ടുണ്ടാവും നമ്മളെ ഗ്രില്ല്. ഈ ഗ്രില്ല് നമ്മൾ പ്രതീക്ഷിച്ചുണ്ടായ ഗ്രില്ലല്ല കേട്ടോ, അതായത് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഗിഫ്റ്റാണ്. കാരണം ഇത്ര ഹൈറ്റ് ഇവിടെ പൊന്തും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അതിന് ഒരു കോൺക്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു കല്ല് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച സമയത്ത് അപ്പോഴാണ് കുഴപ്പമില്ല, നമുക്കൊരു ഗ്രില്ല് കൊടുക്കാം, പട്ടിയൊന്നും കയറാതിരിക്കാനുള്ള ഒരു ഗ്രില്ല് കൊടുക്കാം എന്നുള്ള ഉദ്ദേശം വന്നത്. അങ്ങനെ കൊടുത്ത സമയത്ത് ഇത് ഇത്ര വലിയ ഭംഗി ഉണ്ടാവുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ മഴയൊക്കെ പെയ്യുമ്പോണ്ടല്ലോ, വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ്. സൂപ്പർ വൈബ്. മഴ ഇങ്ങനെ കണ്ടിരിക്കാം. ഒരു കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ടൻ ചായ ഒക്കെ വെച്ചിങ്ങനെ ഇരിക്കാം. അങ്ങനത്തെ ഒരു വെറൈറ്റി സ്ഥലം. പിന്നെ നമുക്ക് ഇവിടുന്ന് കണ്ടില്ല, വിശാലമായ ഒരു ഏരിയ കേട്ടോ. വിശാലമായത് പറഞ്ഞാൽ ഭയങ്കര വിശാലമായത്. ഇത്രയും ഏരിയയാണ് ഇവിടെ കിടക്കുന്നത്. അതില് നമ്മളിങ്ങനെ ഇതിലിങ്ങനെ പോയിട്ട് ഇനി നമുക്ക് നേരെ പുറത്തേക്ക് പോകും. ഈ ഭാഗത്ത് എവിടേക്കും പുറത്തേക്ക് കാണാൻ കഴിയില്ല, കാരണം അത് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഈ ഒരു ചുമര് നമ്മൾ എവിടെയും കട്ടിങ് കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് നമ്മൾ പ്രൊജക്ടറിനുള്ള ഏരിയയാണ്. ഈ ഒരു ഏരിയ മൊത്തം തിയേറ്ററായിട്ട് വരും, ഈ ഒരു ചുമര് മൊത്തം. അപ്പോൾ നമ്മൾ അതിന് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കോണി കണ്ടില്ലേ, കോണി കെട്ടി തൂങ്ങി നിൽക്കുന്നുണ്ടല്ലേ, അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലുണ്ട്, ഒന്ന് കയറി കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് നമ്മളെ വീഡിയോനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെയൊക്കെ പഴയ വീടുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും, നിങ്ങളെ പരിചയത്തിലുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.